നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. വാഹനാപകടത്തിൽ മലമ്പുഴ ആനക്കല്ല് സ്വദേശി മരിച്ചു. ട്രാക്കിൽ അറ്റകുറ്റപ്പണി, ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ റെയിൽവേ. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ 57 കിലോമീറ്റർ സഞ്ചരിക്കാൻ 190 രൂപ ടോൾ. അവയവ തട്ടിപ്പ് കേസ് ഇരയായവരിൽ പാലക്കാട് സ്വദേശി. വാർത്തകൾ വിശദമായി. KSRTC ബസ്സിടിച്ച് മലമ്പുഴ ആനക്കല്ല് സ്വദേശി മരിച്ചു. മലമ്പുഴ ആനക്കല്ല് സ്വദേശി കുര്യാക്കോസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:45 പാലക്കാട് നിന്നും വേലാംപറ്റയിലേക്ക് പോകുന്ന ബസ് അയ്യപ്പൻപറ്റയിൽ വെച്ചാണ് ഇടിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പൊരിയാനിയിൽ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. KSRTC ബസ് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതോടെ ബൈക്ക് നിയന്ത്രണം വിട്ടു വീണ് ബസിന്റെ ടയറിൽ ജാം ആവുകയായിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. അപകടം നടന്ന ഉടനെ നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ എൽസമ്മ, മകൻ അലൻ, മാതാവ് പരേതനായ ക്ലാര, സഹോദരങ്ങൾ സോഫിയാമ്മ, സോമി, ഷിജിമോൾ. സംസ്കാരം നാളെ 11 മണിക്ക് ആനക്കൽ സെന്റ് ജോസഫ് പള്ളിയിൽ. KSU ജില്ലാ വൈസ് പ്രസിഡന്റ്, DCC മെമ്പർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ യൂണിയൻ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രാക്ക് അറ്റകുറ്റപ്പണി, ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ. പാലക്കാട് ഡിവിഷനിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വിവിധ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകൾക്കായി താഴെപ്പറഞ്ഞ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു. ട്രെയിൻ നമ്പർ 06459 കോയമ്പത്തൂർ ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ ജൂൺ 1 കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക യാത്ര പാലക്കാട് ജംഗ്ഷനിൽ അവസാനിപ്പിക്കും. പാലക്കാടിനും ഷൊർണൂറിനും ഇടയിലുള്ള സർവീസ് റദ്ദാക്കും. മെയ് 23 11:45 മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 22638 മംഗളൂരു സെൻട്രൽ ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി മെയ് 24 12:45 പുറപ്പെടും. ട്രെയിൻ നമ്പർ 06024 കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ മെമു മെയ് 21 കണ്ണൂരിൽ നിന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് വൈകും. മെയ് 21 മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ 16603 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര 1 മണിക്കൂർ 10 മിനിറ്റ് വൈകും. മെയ് 21 മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ 16630 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് 55 മിനിറ്റ് വൈകും. ട്രെയിൻ നമ്പർ 22638 മംഗളൂരു സെൻട്രൽ ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മെയ് 22 മംഗളൂരു സെൻട്രലിൽ നിന്ന് 40 മിനിറ്റ് വൈകും. മെയ് 22 ഡോക്ടർ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ നമ്പർ 22637 ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് യാത്ര 1 മണിക്കൂർ 20 മിനിറ്റ് വൈകും. ട്രെയിൻ നമ്പർ 06458 ഷൊർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ പാസഞ്ചർ 22, 26, 29 ജൂൺ 1, 5 തീയതികളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 1 മണിക്കൂർ വൈകും. മെയ് 25 മംഗളൂരു സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന നമ്പർ 16603 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര 1 മണിക്കൂർ വൈകും. ട്രെയിൻ നമ്പർ 16630 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് മെയ് 25 മംഗളൂരു സെൻട്രലിൽ നിന്ന് 40 മിനിറ്റ് വൈകും. ട്രെയിൻ നമ്പർ 16307 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് മെയ് 25 ജൂൺ 1 ആലപ്പുഴയിൽ നിന്ന് 50 മിനിറ്റ് വൈകും. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ 57 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 190 രൂപ ടോൾ. അരമണിക്കൂറിലേറെ നേരം സർവീസ് റോഡിലെ ഗതാഗത കുരുക്കിൽ കിടക്കണം. ഇന്ധന ചെലവ് വേറെ. പേര് ദേശീയപാത എന്നാണെങ്കിലും വാളയാർ വടക്കഞ്ചേരി പാത യാത്രക്കാർക്ക് ദുരിത പാതയാവുകയാണ്. വടക്കഞ്ചേരി ഭാഗത്ത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി വാഹനങ്ങൾ സർവീസ് റോഡ് വഴി തിരിച്ചുവിടുന്നതാണ് യാത്രക്കാർക്ക് അധിക പണച്ചെലവിനും സമയനഷ്ടത്തിനും ഇടയാക്കുന്നത്. വാളയാറിലും പന്നിയങ്കരയിലുമായി 2ഇടത്ത് വൻതുക ടോൾ നൽകിയിട്ടും സുഗമയാത്രയ്ക്ക് ടോൾ പ്ലാസ അധികൃതർ വഴിയൊരുക്കുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. അറ്റകുറ്റപ്പണി കഴിയും വരെ ടോൾ നിരക്ക് കുറയ്ക്കാനോ വേണ്ടെന്ന് വെക്കാനോ തയ്യാറാകണമെന്നാണ് ആവശ്യം. ദേശീയപാതയിലെ കുഴൽമന്നം ജംഗ്ഷൻ മുതൽ ചരപ്പറമ്പ് വരെ 3 കിലോമീറ്റർ, എരുമയൂർ മുതൽ സ്വാതി ജംഗ്ഷൻ വരെ 4 കിലോമീറ്റർ, വടക്കഞ്ചേരി റോയൽ ജംഗ്ഷൻ മുതൽ ഡയാന ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ, വടക്കഞ്ചേരി തേനിടുക്ക് 1 കിലോമീറ്റർ എന്നിവിടങ്ങളിലെ മേൽപ്പാലങ്ങളിലാണ് അറ്റകുറ്റപ്പണി. ഇവിടങ്ങളിലെല്ലാം റോഡ് ബ്ലോക്ക് ചെയ്ത് സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരം സർവീസ് റോഡ് വഴി ഗതാഗത കുരുക്കിൽ സഞ്ചരിക്കണം. രാത്രി ഭാരവാഹനങ്ങൾ കൂടി എത്തുമ്പോൾ കുരുക്കു രൂക്ഷമാകും.
ദേശീയപാതയിൽ കാർ ഉൾപ്പെടെ ചെറിയ വാഹനങ്ങൾക്ക് 110 കിലോമീറ്ററാണ് വേഗപരിധി. സർവീസ് റോഡിലെത്തുമ്പോൾ 60 കിലോമീറ്റർ. പക്ഷേ തിരക്കുള്ളതിനാൽ 40 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ പോകാൻ കഴിയില്ല. രാത്രി അതിലും വേഗം കുറയ്ക്കണം. അവയവ തട്ടിപ്പ് കേസിൽ ഇരയായവരിൽ പാലക്കാട് സ്വദേശിയും 19 പേർ ഉത്തരേന്ത്യക്കാർ. അവയവ കച്ചവടത്തിനായി 20 പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് നെടുമ്പാശ്ശേരി പിടിയിലായ പ്രതി സാബിത്തിന്റെ മൊഴി. ഇരകളായവരിൽ 19 പേർ ഉത്തരേന്ത്യക്കാരും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണ്. അവയവ കച്ചവടത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എറണാകുളം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്നതിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വിവരശേഖരണം നടത്തിയിരുന്നു. തുടർന്ന് IB കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ നിന്നും എത്തിയ പ്രതി സാബിത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത്. നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയുടെ നിർണായക മൊഴി. അവയവ കച്ചവടത്തിനായി 20 പേരെ ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ട്. ഇതിൽ 19 പേർ ഉത്തരേന്ത്യക്കാരും ഒരാൾ പാലക്കാട് സ്വദേശിയുമാണ്. വൃക്കദാതാക്കളെ ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഇരകളായവർക്ക് 6 ലക്ഷം വീതമാണ് കൈമാറിയതെന്നും പ്രതി മൊഴി നൽകി. എന്നാൽ കമ്മീഷനായി ലഭിച്ച തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാബിത്ത് തയ്യാറായിട്ടില്ല. സാബിത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. താൻ ഇടനിലക്കാരൻ മാത്രമാണെന്നും മുഖ്യ കണ്ണികൾ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക. പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് പരിക്കേറ്റ് പാതയിൽ ബോധരഹിതനായി കിടന്നയാൾക്ക് കരുതലുമായി സ്വകാര്യ ബസ് ജീവനക്കാർ പരിക്കേറ്റയാളെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. തൃശൂർ ഗോവിന്ദപുരം റൂട്ടിലോടുന്ന ലതാ ഗൗതം ബസ്സിലെ ജീവനക്കാരാണ് യാത്രക്കാരുടെ സഹായത്തോടെ പരിക്കേറ്റയാളെ 2 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ കാലത്ത് 10:30 ഗോമതി ഇറക്കത്തിലാണ് പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ നെന്മാറ ചാത്തമംഗലം കൊല്ലങ്കോട് സ്വദേശി ഗംഗാധരൻ, അയിലൂർ കയഞ്ചേരി ഇടിയമ്പൊറ്റ സ്വദേശി സതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിനിടയാക്കിയ പിക്കപ്പ് വാൻ നിർത്താതെ പോയി. പാതയിലേക്ക് തെറിച്ചു വീണ ഇരുവരും രക്തമാർന്ന ബോധരഹിതരായി കിടക്കുകയായിരുന്നു. പരിക്കേറ്റ ഒരാളെ നാട്ടുകാർ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം മടങ്ങിവന്ന് അടുത്തയാളെ കൊണ്ടുപോകാനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇതുവഴി വന്ന ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റ മറ്റേയാളെ ബസ്സിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത്. പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടറായി ഡോക്ടർ എസ് മോഹനപ്രിയ ചുമതലയേറ്റു. അസിസ്റ്റന്റ് കളക്ടറായി ഡോക്ടർ എസ് മോഹനപ്രിയ IAS ചുമതലയേറ്റു. ചെന്നൈ സ്വദേശിനിയാണ്. 2023 IAS ബാച്ചാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് 2021 MBBS പൂർത്തിയാക്കുകയും പ്രസ്തുത സ്ഥാപനത്തിൽ തന്നെ 2 വർഷം ജൂനിയർ റെസിഡന്റ് ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമതലയേറ്റ ശേഷം അസിസ്റ്റന്റ് കളക്ടറെ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ 7 സ്കൂളുകളിൽ 10% +1 സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന് സ്കൂളുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റ് വർധനവാണ് നിലവിൽ നടത്തിയത്. ഇതിനൊപ്പം ആവശ്യപ്പെടുന്ന 7 സ്കൂളുകൾക്ക് 10% സീറ്റ് കൂടെ അനുവദിക്കണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. 10% സീറ്റ് വർധനവിനായി സ്കൂളുകൾക്ക് 24 വരെ അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ 3,90,252 വിദ്യാർത്ഥികളാണ് +1 അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 4,10,673 പേർ ലോഗിൻ നടപടികളും പൂർത്തിയാക്കി. സംസ്ഥാനത്ത് 4,66,261 സീറ്റാണ്
+1 ലഭ്യമാക്കിയിട്ടുള്ളത്. ദേശീയപാത 544 തൃശൂർ പാലക്കാട് റൂട്ടിലെ കുതിരാൻ തുരങ്കം യാത്രക്കാർക്ക് ഭീഷണി. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കം അടയ്ക്കുകയും ഇരുവശത്തേക്കുമുള്ള യാത്ര ഒരേ തുരങ്കത്തിലൂടെയാക്കുകയും ചെയ്തതോടെ 4 മാസമായി ഇവിടെ ആവശ്യത്തിന് ശുദ്ധവായുവും വെളിച്ചവും അടിയന്തര രക്ഷാമാർഗവുമില്ല. തുരങ്കത്തിനകത്ത് മലിനവായു വലിച്ചെടുക്കുന്ന എക്സോസ്റ്റ് ഫാനുകൾ ഉണ്ടെങ്കിലും ഇരുവശത്തേക്കും ഗതാഗതമുള്ളതിനാൽ ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായി. ഒരു ദിശയിലെ പൊടിപടലങ്ങൾ മാത്രം വലിച്ചെടുക്കുന്ന രീതിയിലാണിവ. തുരങ്കത്തിനുള്ളിൽ വാഹനങ്ങൾ ഏതാനും മിനിറ്റ് നിർത്തേണ്ടി വന്നാൽ യാത്രക്കാർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നു. ഇരുവശത്തേക്കും ഗതാഗതമുള്ളതിനാൽ സാവധാനമേ സഞ്ചരിക്കാനാകൂ. ബസ്സുകളിലും ഇരുചക്ര വാഹനങ്ങളിലും മറ്റു തുറന്ന വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്കാണ് ഏറെ പ്രയാസം. വൻതുക ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്ന പാതയിലാണ് ജനത്തിന് ഈ ദുർഗതി. അടുത്ത മാസം സ്കൂളുകൾ തുറക്കുന്നതോടെ സ്ഥിതി രൂക്ഷമാകും. വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടാൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ആരോഗ്യം തന്നെ അപകടത്തിലാകുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നീക്കുന്നതിനും അഗ്നിരക്ഷാ സേനയുടെ വാഹനം എത്തിക്കുന്നതിനുമായി 2 ഇടനാഴി തുരങ്കങ്ങൾ ഉണ്ടെങ്കിലും പ്രധാന തുരങ്കം അടച്ചിരിക്കുന്നതിനാൽ ഈ വഴി രക്ഷാപ്രവർത്തനം നടത്താനാവില്ല. കഴിഞ്ഞ ദിവസം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് തുരങ്കത്തിനുള്ളിൽ ഇരുട്ട് പരന്നത് വലിയ ആശങ്കയ്ക്കിടയാക്കി. വൈദ്യുതി ഇല്ലാതായാൽ തനിയെ ജനറേറ്റർ പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനം തകരാറിലായതാണ് കാരണം. വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് ഇട്ട് യാത്ര ചെയ്താലും തുരങ്കത്തിലെ വിളക്കുകൾ അണഞ്ഞാൽ പകലും യാത്ര ദുസ്സഹമാണ്. ഇപ്പോൾ നിർമ്മാണ ചുമതലയുള്ള സെക്യൂറ എനർജി എന്ന കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ സംസ്ഥാന സർക്കാരോ കുതിരാനിലെ ദുസ്ഥിതി മാറ്റാൻ ഒരു നടപടിയും എടുക്കുന്നില്ല. 2021 ജൂലൈ 30 ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ആദ്യ തുരങ്കമാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. തുരങ്കത്തിനുള്ളിൽ 400 മീറ്റർ ഭാഗത്ത് ഗാൻട്രി കോൺക്രീറ്റ് ഉരുക്കുപാളി ഉപയോഗിച്ച് കമാനാകൃതിയിൽ നടത്തുന്ന കോൺക്രീറ്റിംഗ് പൂർത്തിയായിരുന്നില്ല. പാറകൾക്ക് ഉറപ്പുള്ള ഭാഗത്ത് കോൺക്രീറ്റിംഗ് ആവശ്യമില്ലെന്ന നിലപാടിലായിരുന്നു നിർമ്മാണ കരാർ കമ്പനി. എന്നാൽ ദേശീയപാത അതോറിറ്റിയും വിദഗ്ധ പരിശോധനാ സംഘങ്ങളും പൂർണ്ണമായും ഗാൻട്രി കോൺക്രീറ്റ് വേണമെന്ന് റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റിംഗ് തുടങ്ങിയത്. 3 മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്ന് അറിയിച്ച് ജനുവരി 8 അടച്ച തുരങ്കമാണ് 4 മാസമായിട്ടും തുറക്കാനാകാത്തത്. ഇപ്പോൾ ഇരുദിശയിലേക്കും ഗതാഗതം നടക്കുന്ന ഒറ്റ തുരങ്കത്തിന് മുന്നിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് കൂടി ഈ അവസരത്തിൽ KFP ജില്ലാ ഓഫീസിൽ നടന്ന പരിശീലന പരിപാടി പാലക്കാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് വിമൽ വേണു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KFP ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK ഷെരീഫ്, അനിൽകുമാർ, M മുരളി, ഐഷ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും സാധാരണക്കാരായ അംഗങ്ങളും ഉൾപ്പെടെ 12 പേരെ പരിശീലനത്തിൽ പങ്കെടുത്തു. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയില്ല. അപകടാവസ്ഥയിലായി ആലത്തൂർ അഗ്നിരക്ഷാ നിലയം. ഏതു നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ നിലയം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് 2 വർഷമായിട്ടും നടപ്പായില്ല. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാർ മഴ തുടങ്ങിയതോടെ ഭയപ്പാടിലായി. കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് KD പ്രസന്നൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത്. 2000 മുതൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നിലയം പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടം വർഷങ്ങളായി തകർന്നു വീഴാറായ നിലയിലാണ്. പൊതുമരാമത്ത് വിഭാഗം ഇവിടെ നിന്ന് നിലയം മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അഗ്നിരക്ഷാ നിലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ജലസേചന വകുപ്പ് കൈമാറിയിട്ടുള്ള കുഴൽമന്ദം ചിതലിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ മറ്റൊരു കെട്ടിടത്തിലേക്ക് നിലയത്തിന്റെ പ്രവർത്തനം മാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പുതിയ കെട്ടിടം വാടകയ്ക്ക് എടുക്കാനുള്ള വകുപ്പ് തല നടപടി ആരംഭിച്ചു. പുനിശ്ശേരിയിലെ സിനിമാ തിയേറ്റർ കെട്ടിടത്തിലേക്ക് നിലയം മാറ്റാൻ നീക്കങ്ങൾ തുടങ്ങിയതാണ്. എന്നാൽ നാളിതുവരെ അത് പ്രവൃത്തിപഥത്തിൽ വന്നിട്ടില്ല. കെട്ടിടം കൈമാറാൻ ഉടമ സമ്മതപത്രം നൽകിയതല്ലാതെ പിന്നീട് ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുമൂലം തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയായില്ല. കെട്ടിടത്തിന് വാടക നിശ്ചയിച്ച് നൽകണമെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്.
നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവത്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 25 സെന്റിമീറ്ററോളം നീളം വരുന്ന ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. ഇതാരാണ് ഇവിടെ നട്ടതെന്ന് കണ്ടെത്താൻ എക്സൈസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. രാജ്യാന്തര അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിന് ഇരയായ പാലക്കാട് സ്വദേശി 1 വർഷം മുൻപേ വീട് വിട്ടുപോയതായി വിവരം. എന്നാൽ ഇതു സംബന്ധിച്ച് കുടുംബം പോലീസ് പരാതി നൽകിയിട്ടില്ല. 29 വയസ്സുള്ള യുവാവിനെ കുറിച്ച് രക്ഷിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. വീടും സ്ഥലവും വിറ്റ പണം യുവാവിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു. നഗരത്തിന് സമീപം വീട് വാങ്ങാൻ പിതാവ് ശ്രമിക്കുന്നതിനിടെ ഓൺലൈൻ ഗെയിമിലൂടെ തുകയിൽ വലിയ ഭാഗം യുവാവ് നഷ്ടപ്പെടുത്തി. അതേചൊല്ലി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. സാങ്കേതിക കോഴ്സ് കഴിഞ്ഞ് ഇയാൾ കുറച്ചുകാലം പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്നു. പലരിൽ നിന്നും പണം കടം വാങ്ങി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നതായി സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു. ഇടക്കാലത്ത് കൂട്ടുകാരുമായി ബന്ധമില്ലാതായി. ഇതിനിടെ പാലക്കാട് ടൗണിലെ 2 പേർക്ക് ഇയാൾ വിദേശ ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും സംശയം തോന്നിയ അവർ പിന്മാറി. തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത ഇടനിലക്കാരനായ റാക്കറ്റ് അവയവ കച്ചവടത്തിനായി അടുത്ത കാലത്ത് വിദേശത്തേക്ക് കടത്തിയതായി മൊഴി ലഭിച്ച 30ഓളം പേരെ കണ്ടെത്തി. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കാൻ നീക്കം തുടങ്ങി. CBSE +2 പരീക്ഷയിൽ സൗത്ത് ഇന്ത്യയിലെ റാങ്ക് ജേതാവ് വിപിൻ ദാസിന് വിവിധ സംഘടനകളുടെ ആദരം. CBSE +2 പരീക്ഷയിൽ സൗത്ത് ഇന്ത്യൻ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിപിൻ ദാസിനെ അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, കരിമ്പ ലോക്കൽ സെക്രട്ടറി രാധാകൃഷ്ണൻ, തങ്കച്ചൻ മാത്യു, KVC മേനോൻ, ബഷീർ തുടങ്ങിയവർ കരിമ്പയിലെ വീട്ടിലെത്തി അനുമോദിച്ചു. രോഗാവസ്ഥയിൽ കാൽ മുറിച്ചു മാറ്റി കിടപ്പിലായ അച്ഛൻ ശിവദാസൻ, അമ്മ പ്രിയ, ജ്യേഷ്ഠൻ വിഷ്ണുദാസ് എന്നിവരടങ്ങിയതാണ് വിപിന്റെ കുടുംബം. പരിമിതമായ സൗകര്യമുള്ള ചെറിയ കുടിലാണ് വിപിന്റെ കുടുംബം താമസിക്കുന്നത്. ഉണ്ടായിരുന്ന വീട് അച്ഛന്റെ ചികിത്സയ്ക്കായി വിൽക്കുകയായിരുന്നു. പരസഹായമില്ലാതെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ശിവദാസന്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഈ കുടുംബത്തിൽ വിപിൻ ദാസിന്റെ ഉപരിപഠനത്തിനാണ് യഥാർത്ഥത്തിൽ സഹായങ്ങൾ ഉണ്ടാവേണ്ടത്. വിപിന്റെ നേട്ടത്തിൽ വീട്ടുകാരോടൊപ്പം നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. MLA ശാന്തകുമാരി ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളും കൂട്ടായ്മകളും വിപിന്റെ വീട്ടിലെത്തി അനുമോദനങ്ങൾ അറിയിച്ചു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ദേശീയപാത കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉടുപ്പി ഹോട്ടലിന് മുൻവശം വാഹനാപകടം. 3 പേർക്ക് പരിക്കേറ്റു. താഴേക്കോട് സ്വദേശി ഹംസ, പുല്ലശ്ശേരി സ്വദേശി അബ്ദുറഹിമാൻ, കൊണ്ടോട്ടി സ്വദേശിയായ ഒരു കുട്ടിക്കുമാണ് പരിക്ക് പറ്റിയത്. പരിക്കേറ്റവരെ വട്ടമ്പലത്തെ മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. ബൈക്കിനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റു കാറുകളിൽ ഇടിക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ കുടുംബങ്ങളും പരിസരത്തുണ്ടായിരുന്നു.
യുവാവിന് നേരെ കാർ പാഞ്ഞെടുക്കുന്നതും ദൃശ്യത്തിൽ കാണാം. യുവാവ് തലനാരിഴക്കെ രക്ഷപ്പെട്ടു. അപകടത്തിന്റെ ഞെട്ടലിലാണ് യുവാവ്. ക്ലീൻ കരിമ്പുഴ ക്യാമ്പയിന്റെ ഭാഗമായി കരിമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ലീൻ കരിമ്പുഴ ക്യാമ്പയിന്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിളങ്ങട്ടെ കരിമ്പുഴ എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയുടെ പ്രവർത്തന ഉദ്ഘാടനം കരിമ്പുഴയിൽ വെച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ 50ഓളം ആരോഗ്യ വളണ്ടിയർമാരെ ഉൾപ്പെടുത്തി ശുചീകരണം സംഘടിപ്പിച്ചു. വൈകിട്ട് കോട്ടപ്പുറം ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ നിഷാരാമൻ, ഖദീജ കോട്ടപ്പുറം, പ്രാഥമികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ്, MN ഗോപാലകൃഷ്ണൻ, ബാബു, വിജിത, സൈതലവി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. ഇനി അല്പം ആരോഗ്യം. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ്. നോക്കാം. ഇതിന്റെ അമിത ഉപയോഗം രക്തസമ്മർദ്ദം, ഹൃദ്രോഗം പോലെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കാം. എന്നുകരുതി ഉപ്പ് പൂർണ്ണമായും നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ഗുരുതരമായ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ശരീരത്തിലെ പ്ലാസ്മ സാന്ദ്രത, ആസിഡ് ബേസ് സന്തുലനം, നാഡീവ്യൂഹത്തിലെ ഇമ്പൾസുകളുടെ കൈമാറ്റം, കോശങ്ങളുടെ സാധാരണ പ്രവർത്തനം എന്നിവയെല്ലാം ഉറപ്പാക്കുന്നതിന് സോഡിയം ആവശ്യമാണ്. സോഡിയത്തിന്റെ തോത് താഴുന്നത് വൃക്കകളിൽ ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. സോഡിയം തോത് കുറയുന്നത് ഹൈപ്പോനെട്രീമിയയിലേക്ക് നയിക്കാം. 135 മില്ലി ഇക്വിവലൻസ് പെർ ലിറ്ററും താഴെ സോഡിയത്തിന്റെ അംശം വരുമ്പോഴുമാണ് ഹൈപ്പോനെട്രീമിയ ഉണ്ടാകുന്നത്. പേശീവേദന, ദുർബലത, ഓക്കാനം, ഛർദി, ഊർജ്ജമില്ലായ്മ, തലവേദന, തലകറക്കം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി സംഭവിക്കാം. ഒരു വ്യക്തി കോമയിലേക്ക് നീങ്ങുന്ന അതിഗുരുതര സാഹചര്യവും സോഡിയത്തിന്റെ കുറവ് മൂലം സംഭവിക്കാം. സോഡിയത്തിന്റെ തോത് 120 മില്ലി പെർ മീറ്ററിലും താഴെ വരുമ്പോഴാണ് ചുഴലി, കോമ, തലച്ചോറിന് ക്ഷതം പോലുള്ള സങ്കീർണതകൾ ഉണ്ടാകുന്നത്. ഇക്കാരണങ്ങളാൽ നിത്യവുമുള്ള ഭക്ഷണത്തിന്റെ നിയന്ത്രിതമായ തോതിൽ ഉപ്പ് ഉപയോഗിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. മുതിർന്നവർക്ക് പ്രതിദിനം 2000 മില്ലിഗ്രാം ഉപ്പാണ് രോഗാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹനാപകടത്തിൽ മലമ്പുഴ ആനക്കല്ല് സ്വദേശി മരിച്ചു. ട്രാക്കിൽ അറ്റകുറ്റപ്പണി, ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ റെയിൽവേ. വാളയാർ വടക്കഞ്ചേരി ദേശീയപാതയിൽ 57 കിലോമീറ്റർ സഞ്ചരിക്കാൻ 190 രൂപ ടോൾ. അവയവ തട്ടിപ്പ് കേസ് ഇരയായവരിൽ പാലക്കാട് സ്വദേശി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.